യെസ്, ഡീകോഡിലേക്ക് വിശദമായി. ഇന്നത്തെ ആദ്യത്തെ വിഷയം ഒരുപക്ഷെ ചിലരൊക്കെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഓരോ ദിവസവും പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് വലിയ രീതിയിലുള്ള സന്തോഷവും, എന്നാൽ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് വലിയ സങ്കടവും അല്ലെങ്കിൽ ആശങ്കയും നൽകുന്ന തരത്തിലാണ് ഓരോ ദിവസവും സ്വർണ്ണവില കുതിച്ചുയരുന്നത്. ഒരു 10 വർഷം മുൻപൊക്കെ കയ്യിലുള്ള പൈസയ്ക്ക് കുറച്ച് സ്വർണം വാങ്ങി വെച്ചാൽ മതിയായിരുന്നു എന്ന് വ്യാകുലതപ്പെട്ടു പോവുകയാണ് സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വർധന കാണുമ്പോൾ. സ്വർണം പവന് 1 ലക്ഷമാകാൻ ഇനിയും അധിക ദിവസം എടുക്കില്ല എന്നത് ഉറപ്പാണ്. പണിക്കൂലിയും GSTയും ഹാൾ മാർക്കിംഗ് ചാർജും ഒക്കെ ചേർത്ത് ഒരു പവൻ 1 ലക്ഷത്തിലധികം നൽകണം ഒന്ന് വാങ്ങണമെങ്കിൽ. സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വർണം വാങ്ങുക എന്നത് അത്രയും ബുദ്ധിമുട്ടേറിയ ഒന്നായി മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് നമ്മുടെ രാജ്യം. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് നമ്മുടെ രാജ്യം ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ ചലനവും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെയുള്ള ചലനങ്ങൾ തന്നെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വലിയ വർധനവിന് കാരണവും. എന്താണ് അവസ്ഥ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്വർണം ഇങ്ങനെ കുതിച്ചുയരുന്നത് എന്നതുകൂടി നോക്കാം. ഒരു സ്ഥിര നിക്ഷേപമായി നമുക്ക് സ്വർണത്തെ ഇപ്പോഴും കാണാനാകുമോ, അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് നല്ലതാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധൻ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായി ഡീകോഡിനൊപ്പം ചേരും. നമുക്കൊരു പ്രസന്റേഷൻ ആദ്യം കാണാം. സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് അടുക്കാൻ പോവുകയാണ്. ഇനി അധികം ദിവസം ഉണ്ടാകില്ല. ഒരു പക്ഷേ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ രീതിയിലാണ് വില വർധനവ് എങ്കിൽ സ്വർണ്ണവില അധികം വൈകാതെ തന്നെ 1 ലക്ഷം കടക്കും. ഇന്നിപ്പോൾ 2-3 തവണയാണ് ഈ വിലയിൽ ഏറിയും കുറഞ്ഞുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആദ്യം തുടക്കത്തിൽ വില കൂടി, പിന്നീട് ഒന്ന് കുറഞ്ഞു, വീണ്ടും പിന്നീട് വില ഉയരുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ പവന് 94,120 രൂപയാണ്. അതായത് ഇനി വരും 5000 കൂടുതൽ ഒരല്പം മാത്രം, വലിയ വ്യത്യാസമില്ല 1 ലക്ഷത്തിലേക്ക് എത്താൻ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മാത്രം എത്ര കൂടിയെന്ന് നോക്കൂ. 2160 രൂപയാണ് ഇന്ന് മാത്രം സ്വർണത്തിന് 1 പവന് ഉണ്ടായിട്ടുള്ള വില വർധനവ് എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ വില വർധനവ് കണ്ടതാണ്. 1500, 1400, 2000 ഒക്കെയായി ഓരോ ദിവസവും വില ഉയരുന്നു. എന്നാൽ 1-2 ദിവസം തുടർച്ചയായി വില ഉയരും, അടുത്ത ദിവസം ഒന്ന് വില കുറയും. പക്ഷേ ആ കുറവിനെയൊക്കെ മറികടന്നുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും വില കൂടുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ വില വർധനവ് ഇന്ന് നമുക്ക് വിപണിയിൽ ദൃശ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഇനി നോക്കാം എത്രത്തോളം വില വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ വർഷം ഉയർന്നത് നോക്കൂ. ഈ വർഷം ഇപ്പോൾ ഒക്ടോബർ ആയിരിക്കുകയാണ്. ഈ വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ 56% വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. നമുക്കിനി എന്താണ് ഈ കുതിപ്പിന് കാരണം എന്നതുകൂടി നോക്കേണ്ടതുണ്ട്. വിദഗ്ധരൊക്കെ പറയുന്നത് വില ഇനിയും ഉയരും എന്ന് തന്നെയാണ്. കാരണം ദിവാലി വരാൻ പോവുകയാണ്. അപ്പോൾ ദീപാവലിയോടടുത്ത് വില ഇനിയും ഉയരും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കുതിപ്പിന്റെ കാരണം? നമുക്കറിയാം, ലോകത്തിന്റെ ചലനത്തിനനുസരിച്ച് തന്നെയാണ് സ്വർണ്ണവിലയും ചലിക്കുന്നത്. അതായത് ലോകത്തെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, സംഘർഷമുണ്ടായാൽ അതൊക്കെ തന്നെ സ്വർണ്ണവിലയിലും സ്വാധീനം ചെലുത്തും. അപ്പോൾ ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾക്ക് കാരണം അത് US ചൈന താരിഫ് യുദ്ധവും അതുപോലെ തന്നെ അമേരിക്കയിൽ ധനബില്ല് പാസ്സാകാത്തതിനെ തുടർന്നുണ്ടായ അടച്ചുപൂട്ടൽ പ്രതിസന്ധി, ആഭ്യന്തര കറൻസിയുടെ മൂല്യത്തകർച്ച, ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഒക്കെ തന്നെയാണ് സ്വർണ്ണവിലയിലെ ഈ കുതിപ്പിന് കാരണമായിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രീതിയിലുള്ള ആഗോള പ്രതിസന്ധികൾ, സംഘർഷങ്ങളൊക്കെ രൂക്ഷമാകുമ്പോൾ നിക്ഷേപകർ, അതായത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള നിക്ഷേപകർ ഒരു സുരക്ഷിത നിക്ഷേപം, ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടും. അപ്പോൾ അതോടുകൂടി വില കയറാൻ തുടങ്ങും. പൊതുവെയുള്ള ഒരു തിയറിയാണ്, വെൻ ഡിമാൻഡ് ഇൻക്രീസ് ദ പ്രൈസ് ഓൾസോ ഇൻക്രീസ്. ഇത് തന്നെയാണ് കാരണം. അപ്പോൾ ഇതിനു മുൻപ് സ്വർണം സമാനമായ രീതിയിൽ ഒരു വലിയ കുതിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് 1979-80 കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ 1930 മഹാമാന്യ കാലത്തുമൊക്കെ ഈ രീതിയിലുള്ള വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റെന്തൊക്കെ കാരണങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നൊരു പണി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിക്ക് അല്ലെങ്കിൽ ഈ വില വർധനവിന് ഒരു പരിധിവരെ കാരണമായിട്ടുള്ളത് എന്നത് പറയേണ്ടി വരും. എങ്ങനെയാണ് ട്രംപിന്റെ നീക്കങ്ങൾ അതിന് കാരണമായിട്ടുള്ളത് എന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതായത് ട്രംപ് എടുത്തിട്ടുള്ള താരിഫ് നയം, അതാണ് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചൈനയ്ക്ക് മേൽ 100% അധിക തീരുവയാണ് ട്രംപ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ US ചൈന തീരുവ യുദ്ധം
അവർ തമ്മിലുള്ള ഈ ഉരസൽ അത് പൂർവാധികം ശക്തി പ്രാപിച്ചതോടെയാണ് ആഗോള സാമ്പത്തിക രംഗം വലിയൊരു ആശങ്കയിലേക്ക് നീങ്ങിയത്. അപ്പോൾ അതും ഈ വില വർധനവിന് കാരണമായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, അടുത്തെങ്ങാൻ സ്വർണത്തിന്റെ വില കുറയുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷെ അങ്ങനെ കുറയണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ആഗോള പ്രതിസന്ധി, അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിസന്ധി, ഭയം, അനിശ്ചിതത്വം അതൊക്കെ തന്നെ കുറയേണ്ടതുണ്ട്. അതുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും സ്വർണ്ണവില വലിയ തോതിൽ ഉയരുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു സ്ഥിരതയും ഉയർന്ന പലിശ നിരക്കുമൊക്കെ തിരിച്ചെത്തുമ്പോൾ വില കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എപ്പോഴുണ്ടാകും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അതോടൊപ്പം റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് പ്രശ്ന പരിഹാരം തുടങ്ങിയവയൊക്കെ ഈ സ്വർണ്ണവിലയെ താഴേക്ക് വലിക്കുമെന്നൊക്കെ വിലയിരുത്തുന്നവരുമുണ്ട്. ഇനി സ്വർണം ഒരു സ്ഥിര നിക്ഷേപമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണമൊക്കെ വെച്ച് സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അതൊരു നല്ല തീരുമാനമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനുള്ള ഉത്തരം ഈ മേഖലയിലെ വിദഗ്ധൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്കിനി വളരെ വേഗത്തിൽ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഈ സ്വർണ്ണവിലയിലെ മാറ്റം അത് നമുക്കൊന്ന് വളരെ വേഗത്തിലൊന്ന് നോക്കാം. 1955 മുതലുള്ള കണക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോക്കൂ, 1955 മാർച്ചിൽ 58 രൂപയായിരുന്നു ഒരു പവന് സ്വർണം. അതായത് 70 വർഷം മുൻപുള്ള അവസ്ഥയാണിത്. 1955 58 രൂപ. പക്ഷേ അന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ നിൽക്കുന്ന ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അന്ന് ആ 58 രൂപ എന്ന് പറയുന്നത് അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു വലിയ തുക തന്നെയായിരുന്നു. ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു 10,000-ഓ അതിലധികമോ ഒക്കെ മൂല്യമുണ്ടായിരുന്നു അന്ന് ഈ 58 രൂപയ്ക്ക് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അന്നും സ്വർണം ഒരു പവൻ വാങ്ങി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഇനി നമുക്ക് അത് കഴിഞ്ഞുള്ള സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വേഗത്തിൽ നോക്കാം. 1955 58 രൂപയായിരുന്നത് 5 വർഷം കഴിഞ്ഞപ്പോൾ 1960 അത് 82 രൂപയായി ഉയർന്നു. 1970 135 രൂപയായി. 1980 അത് 975 രൂപയിലെത്തി. 90 2493 രൂപയായി. ഇനി അടുത്ത കാർഡ് നോക്കാം. 2000 എന്താണ് സ്വർണം ഒരു പവന്റെ അവസ്ഥ എന്ന് നോക്കാം. 3212 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. 2005 അത് 4550 രൂപയായി. 2010 12280. അവിടെ നമുക്ക് ആ ഒരു 5 വർഷത്തിനിടെ വലിയൊരു കുതിപ്പ് സ്വർണ്ണവിലയിൽ നമുക്ക് കാണാൻ കഴിയും. 2010 12280 രൂപയാകുന്നു. 2015 അത് 19760 രൂപയാകുന്നു. അതായത് 10 വർഷം മുൻപ് വരെ. ഇനി 2020 എത്തിയപ്പോൾ ഒരു പവന് 32,000 രൂപ എത്തുന്നു. 23 അത് 44,000 ആകുന്നു. 24 50,200 രൂപയാകുന്നു. ഇനി ഈ വർഷത്തെ ഒരു അവസ്ഥ മാർച്ചിൽ വരെ നോക്കിയാൽ 67,400 രൂപയായിരുന്നു ഒരു പവന്. പിന്നീട് ഉണ്ടായ ഒരു ചേഞ്ച് നോക്കൂ. ഇപ്പോൾ മാർച്ച് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ 7ാമത്തെ മാസമാകുമ്പോൾ ഉണ്ടായ മാറ്റമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ വില ഇതാ 94,120 രൂപയിലെത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. അങ്ങനെയാണ് സ്വർണത്തിന്റെ വിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. നോക്കൂ, സ്വർണം മാത്രമല്ല കേട്ടോ, ഇവിടെ വെള്ളിയും. നമ്മൾ ഒരുപക്ഷെ സ്വർണത്തിന്റെ വില കാണുമ്പോൾ വെള്ളിയെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. ഒരുപക്ഷെ റീസെയിൽ വാല്യൂ ഒക്കെ അത്രയധികം കിട്ടാത്തത് കൊണ്ടായിരിക്കാം വെള്ളിയിൽ അധികം ആളുകൾ നിക്ഷേപം നടത്താത്തത്. പക്ഷെ ഇപ്പോൾ വെള്ളിയിലും വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ വളരെ വേഗത്തിൽ നമ്മുടെ അതിഥിയിലേക്ക് പോവുകയാണ്. അബ്ദുൽ നാസർ. അദ്ദേഹം ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധിയായിട്ടാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തോട് ചോദിക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ സ്വർണം കുതിക്കുന്നു, അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ എത്രത്തോളം മാറ്റം ഈ സ്വർണ്ണ വിലയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. ശ്രീ അബ്ദുൽ നാസർ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സ്വർണത്തിന്റെ അവസ്ഥ? ഈ 1 ലക്ഷത്തിലേക്ക് എത്താൻ ഇനി എത്ര ദിവസം കൂടി ഉണ്ടാകും? സ്വർണത്തെ കുറിച്ചുള്ള കഴിഞ്ഞ ഒരു 50 വർഷത്തെ കണക്ക് ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ 50 വർഷത്തെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സ്വർണത്തിൽ നിക്ഷേപിച്ചതിനുള്ള ഒരു ലാഭം ജനത്തിനെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. 50 വർഷത്തെ കണക്കിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ ഒക്ടോബർ 14-ാം തീയതി അന്താരാഷ്ട്ര സ്വർണ്ണവില $2,580 ആയിരുന്നു. ഇന്ന് 4,140 രൂപയിലേക്ക് എത്തുകയും അതിനുശേഷം $4,180 വരെ എത്തിയിരുന്നു. ആ ഡോളറിന്റെ ഇന്നത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 65% വർധനവാണ് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ തന്നെ സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. അപ്പൊ സ്വർണത്തിന്റെ വില ഒരു പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സ്വർണ്ണവില ഉയരുകയാണ്. ഇത് സ്വർണം ഉപഭോക്താക്കൾക്ക്
താൽക്കാലികമായ ഒരു വാങ്ങൽ പവർ കുറഞ്ഞു എങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2000 ടണ്ണിലധികം സ്വർണമാണ് കേരളത്തിലെ ജനങ്ങളുടെ കൈവശമുള്ളത്. അതൊരു വലിയ അസറ്റായി മാറും. കാര്യം സ്വർണ്ണക്കടകളിൽ ഇരിക്കുന്ന സ്വർണത്തിന് മാത്രമല്ല വില വർദ്ധിച്ചു, ജനങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിനും വില വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർണവില ഓരോ ദിനം പ്രതി ഉയരുന്നത് അവർക്കെല്ലാം അനുഗ്രഹം തന്നെയാണ്. വില വർദ്ധിക്കുന്നത് അവരുടെ കൈകളിലുള്ള സ്വർണത്തിനും വില വർദ്ധിക്കുക തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 3 തവണ സ്വർണ്ണവില ഒരു ചാഞ്ചാട്ടത്തിലൂടെ കടന്നു പോവുകയും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴാണ് 2 മണിക്ക് ശേഷമാണ് 11,765 രൂപയിലേക്ക് സ്വർണ്ണവില ഗ്രാമിനെത്തുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു അന്താരാഷ്ട്ര സ്വർണ്ണ നിലവാരം നോക്കുമ്പോൾ ഇന്ന് രാവിലെ $4,180 വരെ പോയിരുന്ന സ്വർണം 4,140 ഇപ്പോൾ നിൽക്കുന്നത്. 38-40 എന്നുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സ്വർണ്ണവില നിൽക്കുന്നത്. സ്വർണ്ണവില ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടാനുള്ള ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യയില് ദീപാവലി പോലുള്ള ഏറ്റവും വലിയ ആഘോഷ പരിപാടിയിൽ ഫിസിക്കലായി വലിയ ഡിമാൻഡ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏത് വിലയ്ക്കും വാങ്ങുന്ന ഒരു ട്രെൻഡിലേക്ക് ചൈന പോകുന്നു. അപ്പൊ ലോകത്തിലെ 2 രാജ്യങ്ങൾ, അത് ഇന്ത്യയും ചൈനയും സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കുക. അല്ല, ഈ വില വർധനവിന് കാരണം പ്രധാനമായി ആഗോള പ്രതിസന്ധി അസ്ഥിരതയൊക്കെ തന്നെയാണല്ലോ. ശ്രീ അബ്ദുൽ നാസർ, അപ്പോൾ ഈ ഗസ ഇസ്രായേൽ സംഘർഷം അതൊക്കെ ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ്, സമാധാനം പുലരുന്നു എന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ അമേരിക്കയുടെ തീരവ യുദ്ധം അതൊക്കെ ഒന്ന് അവസാനിക്കുമ്പോൾ ഒരു വലിയൊരു ഇടിവിന് സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും സ്വർണത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ. ഇതൊരു ആഗോള കറൻസിയായി മാറിയിരിക്കുന്നു. ഫണ്ടമെന്റലായ ഒരു ചേഞ്ച് ആണ് സ്വർണത്തിൽ വന്നിരിക്കുന്നത്. ആ ചേഞ്ചസ് എന്ന് പറയുന്നത് മറ്റ് കറൻസികളെല്ലാം ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിൽ സ്വർണം ഹാർഡ് കറൻസിയായി, ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു കറൻസിയായി സ്വർണം മാറുന്നു. അതുകൊണ്ട് ഇതിന്റെ വിലപരിധി നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സ്വർണ്ണവില മാറും. ഇത് $5,000 $6,000 ഒക്കെ സമീപ ഭാവിയിൽ എത്തുമെന്നുള്ള പ്രവചനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വർണത്തിന്റെ വില ഇതിനെ ഒന്നും അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം സമാധാനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു $50 വ്യത്യാസം മാത്രമാണ് അന്താരാഷ്ട്ര വിലയിൽ പ്രതിഫലിച്ചത് ഗാസ സമാധാന കരാർ വന്നപ്പോൾ. അതിനുശേഷം വീണ്ടും $200 വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും മാത്രമാണ് ഫിസിക്കലായി ജനങ്ങൾ സ്വർണം വാങ്ങിച്ചത്. അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ കൂടുതലായി ഓൺലൈൻ ട്രേഡിങ്ങിലാണ് നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് 1 കിലോ സ്വർണം ഇന്ന് വാങ്ങിക്കണമെങ്കിൽ 1.25 കോടി രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. മറിച്ച് ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയാൽ അതിന്റെ ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ ഓൺലൈൻ ട്രേഡിംഗിൽ 1 കിലോ സ്വർണം നടക്കും. അപ്പൊ ഒരിക്കൽ 1 ഗ്രാം പോലും സ്വർണം ഫിസിക്കലായി വാങ്ങിക്കാതെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വൻകിട നിക്ഷേപകർ സ്വർണത്തിൽ ഓൺലൈൻ ട്രേഡിംഗ് നടത്തി വൻ ലാഭം കൊയ്യുന്നത്. ഇന്ന് തന്നെ $4,180 എത്തിയപ്പോൾ ഒരു ചെറിയ ലാഭമെടുത്ത് പിരിയുന്ന ഒരു ചെറിയ ഒരു സംഭവം നടന്നതാണ്. വില ചെറുതായിട്ടൊരു ഡിപ്പ് വന്നിട്ടുള്ളൂ. എങ്കിൽ ഏത് വിലയ്ക്കും ഈ വൻകിട നിക്ഷേപകർ തന്നെ ഇതിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് വില വീണ്ടും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു ബിലോ ആവറേജ്, ഒരു ആവറേജ് ആൾക്കാരെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വർണം വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതിൽ എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും, ഈസി ആയിരിക്കില്ല. ഇവിടെ നോക്കേണ്ടത് ഇപ്പുറത്ത് വെള്ളിക്കും വില ഉയരുകയാണല്ലോ. അപ്പോൾ വെള്ളിയും ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും വെള്ളി ഈ വിലയും വർദ്ധിക്കുകയാണ്. 1980 $49 വെള്ളിക്ക് വില വന്നത്. അതിനുശേഷം ഇപ്പോൾ ആ റെക്കോർഡാണ് ഇപ്പൊ മറികടന്ന് $53 വെള്ളി വില എത്തിയിട്ടുള്ളത്. വെള്ളി ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് $70 എത്തും എന്നുള്ള ഒരു പ്രവചനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം സ്വർണത്തിൽ കൂടുതൽ വില വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായി വില കുറഞ്ഞ ഒരു ആഭരണത്തിൽ ഉപയോഗിക്കുന്ന വെള്ളിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളി വില കൂടുതലായി വർദ്ധിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിയിൽ ഭയങ്കരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ തന്നെയും കേരളത്തിലെ ജനങ്ങൾ ഇന്നിപ്പോ കടകളിൽ തന്നെ വെള്ളി ബാറുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. 100 ഗ്രാമിന്റെ ബാറുകളും 1 കിലോ ബാറുകളും ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ജനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വെള്ളിയെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളത്.
യെസ്, അതാണ്. വളരെയധികം നന്ദി ശ്രീ അബ്ദുൽ നാസർ അതിഥിയായി എത്തിയതിന്. എന്തായാലും അദ്ദേഹം പറയുന്നത് പ്രകാരമാണ് എങ്കിൽ വരും ദിവസങ്ങളിൽ വില ഉയരും എന്നത് ഉറപ്പാണ്. ആരെങ്കിലുമൊക്കെ ഒരു വില കുറയാൻ നോക്കി നിൽക്കുന്നുണ്ടാകും എങ്കിൽ, അങ്ങനെ നോക്കി നിൽക്കുന്നവരുണ്ട് എങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ് എന്നതാണ് വിലയിരുത്തൽ. ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് കല്യാണം പോലെയുള്ള ഏതെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നതാണ് പറയേണ്ടത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഒരു സ്ഥിര നിക്ഷേപമായി സ്വർണത്തെ കാണാൻ കഴിയുന്നതാണ്. അധികം വൈകാതെ തന്നെ 1 ലക്ഷത്തിലേക്ക് സ്വർണം, 1 പവന് വിലയെത്തുന്നത് നമുക്ക് അധികം വൈകാതെ തന്നെ അത് ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.